നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും തീവ്രമായി വൈകാരികമായിട്ട് എന്തിനാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ ഭരണം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു വലിയ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈകിയ വേളയിൽ, ഇതൊരു ഒഴിഞ്ഞ സമയമായതുകൊണ്ടാണ്. കാരണം ഒരുപാട് തിരക്ക് പിടിച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നല്ല, നമ്മുടെ ചാനലുകളൊക്കെ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റുന്ന ഒരു തിരക്കുണ്ട്. അത് ജാമിദ ടീച്ചറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒരു പ്രൊഫഷണൽ ചാനൽ തുടങ്ങുന്ന. അതിന്റെ ആസൂത്രണവും അതിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. മാത്രമല്ല, മറ്റൊട്ടേറെ പ്രവർത്തന മേഖലകളിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില ദിവസങ്ങളൊക്കെ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഒരു ഫ്രീ കിട്ടിയത് ഈ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകർ, ഒരുപാട് എന്നോട് സ്നേഹമുള്ള ഒരുപാട് ആളുകളൊക്കെ വാട്സപ്പിലൂടെയും നേരിട്ടുമൊക്കെ കോള് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവരോടും നമ്മൾ ഓരോരുത്തരോടും മറുപടി പറഞ്ഞ് അതിനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് ഒരു ലൈവിലൂടെ തന്നെ വിശദീകരിക്കാം എന്നുള്ളത്. ആ ലൈവിലൂടെ വിശദീകരിക്കുമ്പോൾ ഞാൻ മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. കമ്മ്യൂണിസ്റ്റ് ഫാമിലി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അച്ഛൻ കർഷക തൊഴിലാളിയുടെ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക നേതാവായിരുന്നു. അദ്ദേഹം 2013 മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളില് അന്നും ഇന്നും ഉള്ളത് ഒരു തീപ്പൊരി തന്നെയാണ്, ആ ഒരു ഫയർ തന്നെയാണ്. അതുകൊണ്ട് ആ ഫയർ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നത് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ശ്രീ രവിശങ്കർ ഗുരുജി നയിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ, അതിന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സേവകളിലൂടെയായിരുന്നു ഞാൻ എൻ്റെ ആ ഒരു ഫയർ കൺട്രോൾ ചെയ്തിരുന്നത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അന്നും ഇന്നും ഉള്ളത് എൻ്റെ ഒരു നിലപാട് തന്നെയാണ്. പിന്നെ അന്ന് അച്ഛനൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കത് പബ്ലിക്കിനോട് തുറന്നു പറഞ്ഞ് അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ള സാഹചര്യങ്ങൾ അന്നും ഉണ്ടായിരുന്നില്ല. ഇവിടത്തെ പ്രമുഖ 2-3 ജന്മി കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എൻ്റെ അച്ഛൻ ആ ഒരു ജന്മി പ്രഭാവത്തോടു കൂടി തന്നെയാണ് അക്കാലങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോ നിലമ്പൂർ ഏരിയയിൽ വന്നിട്ട് ആര് ചോദിച്ചു കഴിഞ്ഞാലും VK എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യലിന് ഒരു പ്രത്യേകതയുണ്ട്. ആ VK എന്ന് പറയുന്ന ആ ഇനിഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിന്റെ തുടക്കകാലം മുതൽ ഇന്ന് അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന ഈ ഒരു കാലം. നമ്മൾക്കറിയാം, ത്രിപുരയായാലും ബംഗാളിലും ഒക്കെ ആയി നശിച്ച നാരായ കല്ല് കണ്ട ആ ഒരു നശിച്ച ആശയം, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും എൻ്റെ പേരിനോടൊപ്പമുള്ള VK എന്ന് പറയുന്ന ആ 2 അക്ഷരം, അത് ഞങ്ങളുടെ കുടുംബ പേരാണ്, വേണാണിക്കോട് എന്നാണ് പറയുക. ആ വേണാണിക്കോടന്മാർ തന്നെയാണ് ഇന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് ചുമതലകളിൽ ഒരുപാട് ആളുകൾ ഉള്ളത്. അപ്പൊ ഞാനും എൻ്റെ ഫാമിലിയും അടങ്ങുന്ന ചെറിയ കുടുംബം മാത്രമാണ് ഈ ഒരു ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി. അച്ഛന്റെ മരണശേഷം, അച്ഛൻ 2013 മരിക്കുന്നത്, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അപ്പൊ വലിയ കാലമൊന്നും ട്രീറ്റ്മെന്റ് നടത്തി അദ്ദേഹത്തെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അന്നൊക്കെ ഈ പറയുന്ന ജന്മി കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും ആ ജന്മി കുടുംബത്തിലെ വസ്തുവകകളും സ്വത്തുവകകളും അച്ഛൻ പൂർണ്ണമായിട്ടും, അച്ഛനും അച്ഛന്റെ ജ്യേഷ്ഠനും ഒക്കെ വിനിയോഗിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ മലയോരം നിലമ്പൂർ ഉൾപ്പെടുന്ന ഞങ്ങളുടെയൊക്കെ സ്ഥലം എന്ന് പറഞ്ഞാൽ കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, ഒരു കുഗ്രാമമാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാജിഷ്യൻ ഗോപിനാഥ് മുതുകാട്, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഗോപിയേട്ടൻ. ഈ ഗോപിയേട്ടനും ഞാനൊക്കെ ഒരേ വാർഡിലുള്ള ആളുകളായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടൗണിലേക്ക് അവിടെ സ്ഥലം വിറ്റിട്ട് പിന്നെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. പക്ഷെ ഈ മുതുകാട് ഗോപി എന്ന് പറയുന്ന ഗോപിയേട്ടൻ ഞങ്ങളുടെ അടുത്ത കുടുംബം കൂടിയാണ്. എൻ്റെ അച്ഛന്റെ മൂത്ത ചേച്ചിയെയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു കുടുംബ ബന്ധമുണ്ട്. മാത്രമല്ല, എൻ്റെ അച്ഛൻ VK മണി എന്നാണ് അറിയപ്പെടുക, ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന മുതുകാട് ഗോപിയേട്ടന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഉണ്ണിയേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രഭാകരൻ എന്ന് യഥാർത്ഥ പേരുള്ള ഉണ്ണിയേട്ടൻ. അത്തരത്തിൽ ആ ഒരു കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നല്ല, ഞങ്ങളൊക്കെ ഒരു വാർഡിലുള്ളവരാണ്. ആ നാടിന്റെ പേരാണ് കവളമുക്കട്ട എന്നുള്ളത്. അതൊക്കെ മലയോര മേഖലയിൽ പെട്ടിട്ടുള്ള കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നോക്കത്താ ദൂരത്തോളം വയലായിട്ടും മറ്റ് കാർഷിക വിഭവങ്ങളും ഒക്കെ, അതല്ലെങ്കിൽ ആ ഒരു ശേഖരമൊക്കെ കണ്ട് തുടങ്ങി ജീവിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇന്ന് നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ
വളരെ വേദനയോടെ അല്ലാതെ ഒരിക്കലും നമ്മൾക്ക് ഇത്തരത്തിൽ ഈ രീതിയിലല്ലാതെ പ്രതികരിക്കാതിരിക്കാനും ആവില്ല. ഇന്ന് എന്റെ അച്ഛനൊക്കെ ജീവൻ കൊടുത്തും, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ജ്യേഷ്ഠനടക്കമുള്ളവർ ജീവൻ കൊടുത്തുകൊണ്ട് പടുത്തുയർത്തിയ ആ പ്രസ്ഥാനം ഞാൻ അന്നും ഇന്നും ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അവരുടെയൊക്കെ രക്തമായിരുന്നു, ജീവനായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത്തരത്തിലുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ജിഹാദികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഇന്ന് ഈ കേരളം ദൈവത്തിന്റെ നാട് എന്ന ഖ്യാതി നേടിയിട്ടുണ്ടായിരുന്ന ആ കേരളം പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഇത് ഭ്രാന്താലയമായിരിക്കുന്നു, അതും ഇസ്ലാമിക ജിഹാദികളാൽ പടുത്തുയർത്തപ്പെട്ട ഭ്രാന്താലയമായി മാറിയിരിക്കുന്നുവെന്ന് എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദികളെ നമ്മൾക്ക് താലിബാൻ എന്നോ അതല്ലെങ്കിൽ അൽ ഖ്വയ്ദ എന്നോ ഐസിസ് എന്നോ ഏത് രീതിയിലും വിളിക്കാം. അത് ഓരോ ഭൂപ്രദേശത്തും ഇതിന് വ്യത്യസ്ത പേരാണെങ്കിലും ഇതിന്റെ ആത്യന്തികമായിട്ട് ഇവരുടെ മതഗ്രന്ഥവും ഈ മതഗ്രന്ഥത്തിലൂടെ ദൈവം എന്ന് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന അന്യമതസ്ഥനെ കാണുമ്പോൾ വെട്ടിക്കൊല്ലാനും അതല്ലെങ്കിൽ വളരെ ക്രൂരതയോടുകൂടി പെരുമാറാനുമുള്ള ആ മാനസികാവസ്ഥയോടുകൂടി വളർത്തുന്ന ഒരു തലമുറ, ആ തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളം ആരുടെ കൈപ്പിടിയിലെത്തി എന്ന ചോദ്യത്തിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അത് താലിബാൻ ആവാം, അൽ ഖ്വയ്ദ ആവാം, അതല്ലെങ്കിൽ ഈ പറയുന്ന ഐസിസ് ആവാം, ഏത് രീതിയിലും അത് ഹമാസ് ആവാം. അത്തരത്തിൽ ഓരോ രാജ്യത്തിനെയും ഓരോ പ്രദേശത്തെയും ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ അതാത് പ്രദേശത്ത് ഇതിന് വ്യത്യസ്ത പേരുകളാണെങ്കിലും ആത്യന്തികമായിട്ട് ഇസ്ലാമിക ഭീകരത എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെയൊക്കെ അച്ഛന്മാർ, പൂർവികന്മാർ ചോര കൊടുത്തും നീര് കൊടുത്തും ഇത്തരത്തിൽ വളർത്തിയ ആ പ്രസ്ഥാനം ഇത്തരത്തിൽ കീഴ്പ്പെടുത്തിയ അവസ്ഥയിലേക്ക് ഇസ്ലാമിക ജിഹാദികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഭരിച്ച് ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പിണറായി എന്ന് പറയുന്ന, ഇന്ന് അയാൾക്ക് എന്തോ മാരക രോഗമുണ്ടെന്നൊക്കെ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അത്തരത്തിൽ ആ മാരക രോഗം ചികിത്സിക്കാൻ ബൂർഷ അമേരിക്ക അതല്ലെങ്കിൽ തമ്മാടി രാഷ്ട്രമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അയാൾ അമേരിക്കയെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടോ ആ അമേരിക്കയിൽ തന്നെ അയാളുടെ രോഗം ചികിത്സിക്കാൻ വേണ്ടി പോവുക. അപ്പോഴും അയാൾ പോകുന്നതിന് തലേ നിമിഷവും പറയുന്നു കേരള ആരോഗ്യ നമ്പർ, കേരള നമ്പർ 1 ആണ് എന്ന് പറയുക. എന്നിട്ട് അമേരിക്കയിൽ പോയിട്ട് അയാളുടെ ട്രീറ്റ്മെന്റ് നടത്തുക. അയാളായാലും മരിച്ചു പോയിട്ടുള്ള അതല്ലെങ്കിൽ കാലം ചെയ്തിട്ടുള്ള മറ്റൊരു ഭാഷയാണ് എന്റെ രീതിയിൽ ഉപയോഗിക്കുക. അത്തരത്തിൽ എന്തായാലും പറയുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, അയാളുടെ മക്കൾ എവിടെ എത്തി നിൽക്കുന്നു, അയാളുടെ മരണം എന്തായിരുന്നു, അയാളുടെ ട്രീറ്റ്മെന്റ് എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്ന കേരളത്തിലെ വലിയ മതേതരം എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ടെങ്കിലും പണ്ട് കാലങ്ങളിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് കുറച്ചെങ്കിലും പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതിൽ കാപട്യമില്ല എന്നുള്ളതല്ല. പക്ഷെ എന്റെ അച്ഛനടക്കമുള്ള ആളുകളൊക്കെ അവരുടെ ജീവൻ കൊടുത്തായിരുന്നു ആ സംഘടന വളർത്തിയത്. ഞങ്ങളൊക്കെ ഒരു വലിയ ഒരുപാട് ഭൂസ്വത്തിനുടമയായിട്ടുണ്ടായിരുന്ന എന്റെ അച്ഛനൊക്കെ അങ്ങനെ ഒന്നുമില്ലായ്മയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ എന്റെ അച്ഛന്റെയൊക്കെ സകല ഭൂസ്വത്തും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതായത് ദാനം നൽകുക എന്നുള്ളത് വലിയ ഒരു സംഭവമായിട്ടാണ് ഇവരൊക്കെ എടുത്തിരുന്നത്. പക്ഷെ ഭാവി തലമുറയിലേക്ക് ഒരു രൂപ പോലും വെക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ, എന്റെയൊക്കെ വിദ്യാഭ്യാസ രംഗമായപ്പോ തന്നെ ഞങ്ങളൊക്കെ 5ാം ക്ലാസ് മുതൽ തന്നെ അന്യ ആളുകളുടെ സഹായവും ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഹൈസ്കൂൾ തലം വരെ എത്തിയത്. ഹൈസ്കൂൾ തലം എത്തിക്കഴിഞ്ഞപ്പോഴെങ്കിലും പിന്നെ നമുക്ക് പ്രാദേശികമായിട്ട് ചെറിയ പെയിന്റിങ്, ഹൗസ് പെയിന്റിങ് അടക്കമുള്ള ജോലിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത്തരത്തിലാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞതും പിന്നീട് ഡിഗ്രി കഴിഞ്ഞതും. പക്ഷെ ഈ ജീവിതമൊക്കെ ജീവിച്ച് തീർക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്ന, ആ നാടിന്റെ ആ സ്പന്ദനം മാറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേരളം താലിബാൻ കീഴടക്കിയിരിക്കുന്നു. ഈ താലിബാൻ കീഴടക്കിയിരിക്കുന്ന ഈ നാട്ടിൽ ഈ രീതിയിലല്ലാതെ എനിക്ക് സംസാരിക്കാനോ പെരുമാറാനോ അറിയില്ല. അതിൽ എന്റെ തീക്ഷ്ണത പലർക്കും വലിയ വേദന, അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു കടപ്പാട് കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. നിന്റെ അച്ഛൻ VK മണി അതല്ലെങ്കിൽ VK ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹവും ഈ VK ഇനിഷ്യലുമായിട്ട് ഇവിടെ സഖാക്കന്മാർ ഒരുപാടുണ്ട്. അത് യുവതലമുറയിലുണ്ട്, പ്രായമായവരുമുണ്ട്. അവർക്കൊക്കെ എത്രത്തോളം വേദനാജനകമാണ് നിന്റെ ഈ മാറ്റം എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് നോക്കൂ, ഈ സഖാക്കന്മാരുടെ ഒരു കാപട്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും വലുത് എന്താണെന്നറിയാമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സഖാവിനെ ഇവന്മാർ ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് എന്റെ
അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പറയുമായിരുന്നു, അച്ഛൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് വന്ന സമയത്ത് വെറും 6 മാസത്തോളം മാത്രമേ ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് അച്ഛൻ പെട്ടെന്ന് ഇരിക്കുന്നൊരു അച്ഛൻ പെട്ടെന്ന് എന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ, അവര് നേഴ്സാണ്, ഹെഡ് നേഴ്സ് ആയിരുന്നു, രാജി എന്ന് വിളിക്കുന്ന രാജലക്ഷ്മി, അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു മിനിറ്റിനുള്ളിൽ അച്ഛന്റെ ജീവൻ പോകുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെയാണ് അച്ഛൻ മരിച്ചത്. അപ്പൊ ആ സമയത്ത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അറിയായിരുന്നു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മരണശേഷം ഇവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള കൊടിയുണ്ടല്ലോ, ഇവര് രക്തപതാക എന്നൊക്കെയാണ് അതിന് പറയാ, ഈ രക്തപതാക പുതപ്പിക്കണം എന്നെ മരിച്ചു കിടക്കുന്ന എന്റെ ശരീരത്തിൽ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഒരു മനുഷ്യന്റെ ചോരയും നീരും ഊറ്റിയെടുക്കുക എന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഇവന്റെയൊക്കെ ചോരയും നീരും നശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു പേപ്പട്ടിക്ക് തുല്യമായിട്ടാണ് ഇവരൊക്കെ ഈ പറയുന്ന പാവം പിടിച്ച ഈ ജീവനും ചോരയും നൽകിയ സഖാക്കന്മാരെ കാണുക. അത് അനുഭവിച്ച ആളുകളാണ് ഞാനൊക്കെ. അത്തരത്തിൽ എന്റെ അച്ഛന് ഇവന്റെയൊക്കെ ഈ രക്തപതാക പുതച്ചു കിടക്കണമെന്ന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മക്കൾ എന്ന സ്ഥാനത്തിരുന്നിട്ട് ഞങ്ങൾക്ക് യാചിക്കേണ്ടി വന്നു എന്നതുകൊണ്ട് യാഥാർത്ഥ്യമാണ്. അന്ന് ഏതോ ഒരു ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന, ഇവിടുത്തെ അമരമ്പലം പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പഞ്ചായത്ത് ജീവനക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഒരു മുസ്ലിം നാമധാരിയാണ്. അവസാനം അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ്, അയ്യോ മണിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് എന്താ ഇതുവരെ പുതപ്പിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഓടിപ്പോയി എവിടെന്നോ ഒരു രക്തപതാക എടുത്ത് വന്ന് അച്ഛന്റെ മൃതശരീരത്തിൽ പുതപ്പിച്ചത്. അതായത് മനസ്സിലാക്കണം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം, ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു കാരണവർ മരിച്ചു കിടക്കുന്നു, തന്റെ ജീവനും ചോരയും നീരും സ്വത്തും എല്ലാം, തന്റെ കുടുംബജീവിതം പോലും, അതായത് വീട്ടിൽ ഒരിക്കലും അച്ഛൻ ഉണ്ടായിരിക്കുകയില്ല. അച്ഛൻ എന്ന് രാവിലെ ഈ കർഷക തൊഴിലാളിയിലെ ഈ പാവം പിടിച്ച ആളുകളുടെ പാസ്ബുക്ക് ഒക്കെ അടങ്ങിയ വലിയ ബാഗും തൂക്കിയും അങ്ങോട്ട് ഇറങ്ങിപ്പോകും, പിന്നെ രാത്രിയാണ് വരിക. അത്ര രീതിയിൽ ആ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ മനുഷ്യന് പുതപ്പിക്കാൻ ഇവന്മാർക്ക് രക്തപതാക കിട്ടിയില്ല. അതായിരുന്നു എന്റെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ ആ വൃത്തികെട്ട ക്യാരക്ടർ ഉണ്ടല്ലോ, അത് എന്റെ ലൈഫിൽ ബോധ്യപ്പെട്ട ചില നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് 2013 ശേഷം ഓരോ ജീവിതത്തിന്റെ മേഖലകൾ കടന്നു പോകുമ്പോഴും ഈ കേരളത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തീവ്ര ഹിന്ദുത്വവാദിയിലേക്ക് ഞാൻ എങ്ങനെ മാറി, അതല്ലെങ്കിൽ ഒരു തീവ്രവാദി, ഇപ്പോ അന്തം കമ്മികളും ഈ പറയുന്ന ജിഹാദി കൂട്ടങ്ങളും ഒക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട് തീവ്രവാദി എന്നുള്ളത്. യെസ്, ഞാൻ തീവ്രവാദി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? എന്റെ സമുദായത്തിന്, ഇവിടുത്തെ ഭൂരിപക്ഷമുള്ള സമുദായത്തിനെ ഇത്ര കണ്ട് ദ്രോഹിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയാവും. എന്റെ സംസ്കാരത്തിനും എന്റെ ഇവിടുത്തെ എല്ലാ ജീവിത രീതികൾക്കും, ആരാധനാലയങ്ങൾക്കും ആരാധനാ രീതികൾക്കും എന്റെ ദേവദേവീ സങ്കല്പങ്ങൾക്കുമെതിരെ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളും ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയാവും. അതുകൊണ്ട് എന്റെ തീവ്രവാദം അളക്കാനുള്ള മെഷീനൊന്നും നിന്റെ ബാപ്പാന്റെ ബാപ്പയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും കൃത്യമായിട്ടും ഈ നാടിന്റെ മാറ്റം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഈ ജില്ലയിൽ ഒരു ഹിന്ദു അനുഭവിക്കുന്നത് എന്ത്, അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ ഭാഷയിൽ പറയുന്ന ഒരു കാഫിർ അനുഭവിക്കുന്നത് എന്ത് എന്ന് വ്യത്യസ്ത ബിസിനസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റൊട്ടേറെ പരിപാടികൾ നടത്തിയിട്ടുള്ള, ജോലികൾ ചെയ്തിട്ടുള്ള എനിക്കത് കൃത്യമായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ താലിബാനായി മാറിയിട്ടുള്ള ഈ കേരളത്തിലെ ഈ ഭരണ വ്യവസ്ഥക്കെതിരെയാണെങ്കിലും, ഇവിടുത്തെ പച്ചവെളിച്ചം പോലീസിനെതിരെയാണെങ്കിലും, ഇവിടുത്തെ ഞമ്മന്റെ ആളുകളുണ്ട്, ഞങ്ങളൊന്നും മറ്റേ തീവ്രവാദികളല്ല, ഞങ്ങളൊക്കെ നല്ല മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന, മേനി പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണമുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നല്ല മുസ്ലിം എന്ന് മേനി പറഞ്ഞ് നടക്കുന്ന നീയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടത്തെ ജിഹാദികൾക്കെതിരെ നീയൊക്കെ ശബ്ദിച്ചിട്ടുണ്ടോ? നോക്കൂ, നീ ഇവിടെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ സമയത്ത്, കാശ്മീർ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത സമയത്ത്, കാശ്മീർ ജനത, കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗഭൂമി, അത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവി, എന്താണ് പ്രത്യേക പദവി? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കൊടും ക്രൂരതയുള്ള ഈ രാജ്യം തകർക്കാൻ വേണ്ടി, ഈ രാജ്യം ഇസ്ലാമിക ജിഹാദികൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി ഒരു മുസ്ലിം ബാപ്പയ്ക്ക് പിറന്ന, എന്നാൽ പണ്ഡിറ്റ് എന്ന് പറയുന്ന ആ ഹിന്ദു നാമം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ രാജ്യത്തെ, ലോകത്തെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ച ആ മുസൽമാനായിട്ടുള്ള ആ ദ്രോഹിയായിരുന്നു ആർട്ടിക്കിൾ 370 കാശ്മീരിന് വേണ്ടി പതിച്ചു കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
അയാളുടെ അർദ്ധ സഹോദരന് വേണ്ടി തന്നെയായിരുന്നു മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഒരുത്തൻ. ഇവന് ഇവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാവുമെന്ന് ഇത്ര കണ്ട് തർക്കം നടന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തീറെഴുതി കൊടുത്തു. അതും ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബക്കാരനായി വരുന്ന ഒരുത്തൻ തന്നെയാണ്. എങ്ങനെയാണ് വേരുകൾ എന്ന് അറിയേണ്ടവർ കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റുവും ഈ ജിന്നയുമായിട്ടുള്ള ബന്ധം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി അത് കഴിഞ്ഞ് ഫറൂഖ് എന്ന് പറയുന്ന ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള ഈ കാശ്മീർ അടക്കി ഭരിച്ച ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ അത്ര കണ്ട് സ്വർഗഭൂമിയായിട്ട് ആ ഭൂമിയെ പതിച്ചു നൽകിയത്? അതും ഇയാളുടെ അധികാര ഭ്രാന്ത് കൊണ്ട് തന്നെയായിരുന്നു. അത്തരത്തിൽ നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ച്, അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന് തിരിച്ചു കൊടുക്കുന്നു. കാശ്മീർ എന്നത് ഈ പ്രത്യേക പദവി നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ പദവി നൽകുന്നു. ആ രാജ്യത്തിന് പ്രത്യേക പതാക, ഭാഷ, അവിടെ കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാനാവില്ല, അത്തരത്തിലുള്ള അധികാര പരിധി കൊടുക്കുന്നു. എന്നാലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകര രാജ്യത്തിനെ ഭാരതത്തെ ആക്രമിക്കാൻ ഈ കാശ്മീരിനെ ഒരുക്കി കൊടുക്കുന്നു. അതെല്ലാം തീർത്ത് കെട്ടിക്കൊണ്ട് ആ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ ഇവിടത്തെ ഞമ്മന്റെ നല്ല മുസ്ലിങ്ങളൊന്നും ശബ്ദിച്ചില്ല. എന്തിനെതിരെ? ഈ പറയുന്ന നല്ല കാര്യത്തിനാണ് ഇത് ഈ പറയുന്ന നരേന്ദ്രമോദിജി അത് എടുത്തു കളഞ്ഞതെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ ഇവന്മാർ ശബ്ദിച്ചു. ആർക്കെതിരെ എന്നറിയാമോ? നരേന്ദ്രമോദിക്കെതിരെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ വേണ്ടി. എന്നിട്ടോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ മുന്നണി ഇവിടെ ഭരണത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴോ ഈ ഇന്ത്യ മുന്നണിക്കാർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ നല്ല മുസ്ലിങ്ങളെ നിങ്ങൾ എന്തേ അങ്ങോട്ട് പോയത്? നിങ്ങൾക്ക് തീരെഴുതി തന്നതായിരുന്നോ കാശ്മീർ എന്ന് പറയുന്ന ഭൂമി? അവിടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാശ്മീർ പണ്ഡിറ്റുകളുടെ അവരുടെ ആ ദാരുണ അവസ്ഥയ്ക്ക് ആരായിരുന്നു കാരണം? നിഷ്കരണം ആട്ടി ഓടിക്കപ്പെട്ട ആ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് വേണ്ടി, അവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് വേണ്ടി എന്തേ നല്ല മുസ്ലിങ്ങളെ നിങ്ങളൊന്നും മിണ്ടിയില്ല? പിന്നെയോ ഇങ്ങനെ എണ്ണി 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 പല പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ഒരെണ്ണം പോലും മിണ്ടിയില്ല. വേണ്ട, ഇനി കേരളത്തിലേക്ക് വരാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിന്റെ കൈയും കാലും എതിർദിശയിൽ ഇവന്റെയൊക്കെ ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥം അടിസ്ഥാനമാക്കി തീവ്രവാദികൾ വെട്ടിയപ്പോൾ അതിൽ ആഹ്ലാദിച്ചവർ തന്നെയായിരുന്നു ഇവിടെ നല്ല മുസ്ലിങ്ങൾ എന്ന പേരും പറഞ്ഞ് നടക്കുന്ന, മേനി നടിച്ച് നടക്കുന്ന മുസ്ലിങ്ങളും. കാരണം എന്താ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമം ഈ ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ശിഷ്യ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വീട്ടിൽ പോയി പറയുന്നു, പച്ച നുണ പറയുന്നു, ഇതാ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ പ്രവാചകനെ അപമാനിച്ചുകൊണ്ട് ജോസഫ് സാർ അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിൽ ആ കഥാപാത്രത്തിന്റെ പേര് മുഹമ്മദ് എന്ന് കൊടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇവിടെ അയ്യപ്പനെന്നും ശങ്കരനെന്നും ശിവനെന്നും വേണ്ട, ജോസഫ് എന്നും ഇനി വേണ്ട യേശു എന്ന് പോലും പേര് കൊടുത്തുകൊണ്ടും, അതല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിന്റെ ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ ഏതൊക്കെ രീതിയിലും അവരെ അവഹേളിക്കാൻ വേണ്ടി, അവഹേളിപ്പിക്കാനും ചവിട്ടി അരയ്ക്കാനും പരിഹസിക്കാനും വേണ്ടി ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടോ ഇവിടെ. എന്നിട്ട് അതിന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതിനെതിര് വരുമ്പോഴോ, അതല്ല എതിർ നിന്നു കഴിഞ്ഞാലോ ഇവിടെ വിലപ്പോവാറുണ്ടോ? ഇല്ലല്ലോ. അതിനെതിർക്കുക, ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കൾ തന്നെ രംഗത്ത് വരും, ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യാനികൾ തന്നെ രംഗത്ത് വരും. അതിനവർ മതേതരം എന്ന് പേരിട്ട് വിളിക്കും. എന്നാലോ ഞമ്മന്റെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സുഡാപ്പികൾക്കെതിരെ ഒരാളും ശബ്ദിച്ചില്ല. നോക്കൂ, ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ച അനുഭവം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയേണ്ടതുണ്ട്. രണ്ടാൺമക്കളായിരുന്നു അയാൾക്ക്. ആ രണ്ടാൺമക്കൾ ഏത് കോലത്തിലായിരുന്നു? ഒരുത്തൻ DNA പരിശോധന നോക്കി നടക്കുകയായിരുന്നു. ഏതോ ഒരു ബീഹാറി കൊച്ചിനെ കൊച്ചുണ്ടാക്കി കൊടുത്ത് കാണുന്നിടത്തെല്ലാം വിത്ത് വിതച്ച് നടക്കുന്ന ഒരു മകൻ. അടുത്തവൻ കഞ്ചാവ് കേസിലും മയക്കുമരുന്ന് കേസിലും ജയിലിൽ കിടന്ന, അന്യ സംസ്ഥാനത്ത് ജയിലിൽ കിടന്ന മറ്റൊരുത്തൻ. ഇനിയോ ഈ കോടിയേരി ആയിരുന്നു ആഭ്യന്തരമന്ത്രി ഏത് സമയത്ത്? ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കയ്യും കാലും ഇസ്ലാമിക ജിഹാദികൾ എതിർദിശയിൽ വെട്ടിയപ്പോൾ അതിൽ ചുക്കാൻ പിടിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അയാളായിരുന്നു ആ സമയത്ത് ആഭ്യന്തരമന്ത്രി. എന്തുകൊണ്ടാ ഇങ്ങനെ പറയാൻ കാരണം? ജോസഫ് മാഷിനെതിരെ ഇത്ര കണ്ട് തീക്ഷ്ണമായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളുടെ, മുസ്ലിം ഭീകരന്മാരുടെ ഭീഷണി ഉണ്ട് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എന്തൊരു സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഉത്തരവ് പ്രകാരം പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി മൃഗീയമായി അദ്ദേഹത്തെ ദ്രോഹിച്ചു, ഒരുപാട് അടിച്ചു. ഈ പറയുന്ന ജോസഫ് മാഷിന്റെ പൊന്നു മോനെ പിന്നെയോ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടപ്പെടുന്നു. അതിനുവേണ്ടി തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്നു.
കൊടുക്കുന്നു ആ പാവം പിടിച്ച മനുഷ്യനെ. അതിനുശേഷം സർക്കാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തോ? ഇല്ലെന്നേ, തള്ളിപ്പറയുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാപനം, ഈ പറയുന്ന സഭകളും ഒരുപാട് ദുഷ്ടതകൾ ചെയ്തിട്ടുണ്ട്. സഭ അദ്ദേഹത്തിന്റെ ജോലി തിരികെ നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആനുകൂല്യം പോലും കൊടുത്തില്ല. അതിൽ തീർന്നോ? ഇല്ലെന്നേ. ഈ ജിഹാദികളുടെ ഭീഷണിയിൽ ഭയന്നുകൊണ്ട് ഈ മനുഷ്യനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞപ്പോൾ, എല്ലാ വിഭാഗം ആളുകളും തള്ളിപ്പറഞ്ഞപ്പോൾ, ജിഹാദികൾ അവരുടെ ഖുറാൻ നിയമപ്രകാരം എതിർദിശയിൽ കൈകാലുകൾ വെട്ടി ആ മനുഷ്യന്റെ ജീവിതം തകർത്തു. ആ മനുഷ്യന്റെ ശാരീരിക ദ്രോഹം മാത്രമായിരുന്നു അദ്ദേഹത്തോട് ചെയ്തത്. അല്ലെന്നേ, ഒരു രൂപ കൊടുക്കാതെ, അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ, അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു മുഴം തോർത്തുമുണ്ടിൽ ഈ പറയുന്ന ബാത്റൂമിന്റെ അഴികളിൽ, ബാത്റൂമിന്റെ നമുക്കറിയാം കുഞ്ഞു ജനലുണ്ടായിരിക്കും, ആ ജനലിൽ തൂങ്ങി ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ട് ജീവിച്ചതിന് ശേഷം തൂങ്ങി മരിച്ചു. എന്നിട്ടും ജോസഫ് മാഷ് സമാധാനം കൊടുത്തോ? ഇല്ലെന്നേ. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പൊ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിക്കാതെ പോവുമോ? അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മുടെ പിണറായി തമ്പുരാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇവിടെ കോടിക്കണക്കിന് ഇട്ടുമൂടാൻ, അതല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ നിരത്തി വെച്ചാൽ പോലും തീരാത്ത ഡോളറുകളും അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകളും ഉണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും സമാധാനം കിട്ടി നല്ല ഒരു മരണം ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഇനി അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് അദ്ദേഹം, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം ചെയ്ത തെറ്റെന്തെന്നറിയാമോ? അദ്ദേഹത്തെ എനിക്ക് അല്പമൊക്കെ ഇഷ്ടമുള്ള ഒരു നേതാവാണ്. കാരണം ഇത്ര കണ്ട് പിണറായി വിജയൻ അടക്കമുള്ള കൊടും ഭീകരത മാത്രം പേറിക്കൊണ്ട് നടക്കുന്ന, ജിഹാദിസമാക്കി ഈ കേരളത്തെ മാറ്റിയ ആ ദുഷ്ടന്റെ അത്ര ദുഷ്ടതയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് അറിയപ്പെട്ടത് കരിവേപ്പില എന്ന പേര് തന്നെയായിരുന്നു. ആ കരിവേപ്പിലയിലേക്ക് VS അച്യുതാനന്ദൻ എങ്ങനെയാണ് എറിയപ്പെട്ടതെന്ന് ഇവിടത്തെ അല്പമെങ്കിലും ചിന്താശേഷിയുള്ള സഖാക്കന്മാർ ചിന്തിക്കുക. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഏതൊരാളോടും എനിക്ക് പറയാനുള്ള ഉത്തരം തീക്ഷ്ണമായിട്ട് തന്നെയുണ്ട്. ഈ നാടിനെ നശിപ്പിച്ച, ഈ നാടിനെ ഈ പറയുന്ന താലിബാൻ, ISIS, ഇസ്ലാമിക കൊടുംഭീകരന്മാർക്ക് തീരെഴുതി കൊടുക്കാൻ നമ്പർ 1 ആയിട്ട് പ്രവർത്തിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അവർ ഈ നാടിന്റെ ശത്രുക്കൾ തന്നെയാണ്. ഈ വലതുപക്ഷം എന്ന് പറയുന്ന പക്ഷത്തെ നമ്മുടെ നാടൊന്നടങ്കം എതിർത്തുകൊണ്ട് കുപ്പയിലെറിഞ്ഞ് BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന ഘടകകക്ഷിക്ക് ഇവിടെ ഭരണം ഇനി 3ാമതും 4ാമതും 5ാമതും 6ാമതും ഒക്കെ നൽകുമ്പോൾ, അവിടെ ദേശീയത മാത്രം ലക്ഷ്യം കണ്ട്, നമ്മുടെ നാടിന്റെ ഉന്നമനം മാത്രം ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്ന അന്യ സംസ്ഥാനത്തെ BJP സ്നേഹികൾ, BJP പ്രവർത്തകർ, അതല്ലെങ്കിൽ NDAയുടെ മറ്റു ഘടക കക്ഷി പ്രവർത്തകർ, അവർക്ക് എന്നും ഒരു അപമാനം തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഇവിടത്തെ ഈ ഒരു നില എന്നുള്ളത്. ഇവിടെ ഒരു കാലത്ത് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, ഇന്നും മൃഗീയ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ വിഭജിച്ചെടുത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ വിഭാഗത്തിന്റെ നെഞ്ചിൽ ചവിട്ടി, തല ചവിട്ടി അരച്ചുകൊണ്ട് താണ്ഡവമാടുമ്പോൾ അത് മനസ്സിലാക്കാനാവാതെ ഇന്നും കമ്മ്യൂണിസ്റ്റുകളുടെ അടിമകളായി പേറി നടക്കുന്ന ഹിന്ദുക്കളെ, അടിമകളായി പേറി നടക്കുന്ന, അടിമത്തം പേറി നടക്കുന്ന ക്രിസ്ത്യാനികളെ ഇനിയും നിങ്ങളുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തമായ കമ്മ്യൂണിസ്റ്റ് ബേസിക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് പച്ചയ്ക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ വേണ്ടി എന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു കുഞ്ഞു ചാനൽ എന്നുള്ള രീതിയിൽ തന്നെ ഈ ചാനൽ തുടങ്ങി. ഇത് വെറും 0-യിൽ നിന്നാ തുടങ്ങിയത്. 2019 ഡിസംബർ മാസത്തിലാണ് ന്യൂസ് കഫേ എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ ജേർണലിസം കഴിഞ്ഞ ആളൊന്നുമല്ല. ഞാൻ ബേസിക്കലി അക്കൗണ്ടന്റ് ആയിരുന്നു. വിദേശത്ത് ആഫ്രിക്കയിലായാലും UAE ആയാലും ഒട്ടേറെ രാജ്യങ്ങളിൽ ജോലി എടുത്തിട്ടാണെങ്കിലും കുടുംബം പോറ്റാൻ വേണ്ടി ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉറക്കെ പറയേണ്ടതുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് നമ്മൾക്ക് ഇന്ന് വിഹരിക്കാനാവുന്ന രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ ആർക്കും ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെതിരെ കുരയ്ക്കുന്ന, നാടിനെ കാർന്നു തിന്നുന്ന ഈ ക്യാൻസർ ആയിട്ടുള്ള ഇസ്ലാമിക ജിഹാദിസത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് നരഭോജിസത്തിനെതിരെ, കോൺഗ്രസ് ഇവിടത്തെ രാജ്യദ്രോഹിസത്തിനെതിരെ പോരാടാൻ എല്ലാവരും രംഗത്ത് വരേണ്ടതുണ്ടെന്ന് പച്ചയ്ക്ക് പറയാൻ തന്നെയാണ് ഈ ഒരു ലൈവ്. അതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തിനാണ് ബൈജു ഇത്ര തീക്ഷ്ണമായിട്ട് സംസാരിക്കാറ്, എന്തിനാണ് ബൈജു തീക്ഷ്ണമായിട്ട് ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട്
മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് കുടുംബമില്ലേ, അതല്ലെങ്കിൽ മക്കളില്ലേ, അതൊക്കെ ചോദിക്കാറുണ്ട്. നോക്കൂ, നമ്മളെ കടന്നു പോയിട്ടുള്ള എത്രയോ ധീര ബലിദാനികളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ് പാർട്ടിയിലായാലും ഈ പറയുന്ന BJP-യിലായാലും RSS-ലായാലും ഒക്കെ ഒരുപാട് നമ്മെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ, ധീര ബലിദാനം നൽകി പോയിട്ടുള്ള ബലിദാനികളുണ്ട്. അവരൊക്കെ ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്താകുമായിരുന്നു? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾക്കറിയാം, ഈ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശേഷം ഇവിടെ ആരൊക്കെയാണ് ഇവിടെ ഇത്ര കണ്ട് വലിയ രീതിയിൽ പൂജിക്കപ്പെട്ടത്? ഗാന്ധി, MK ഗാന്ധി എന്ന് വിളിക്കും, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാ ഗാന്ധി എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കാറ്. ഞാൻ അയാളെ മഹാത്മാ എന്ന് വിളിക്കില്ല. കാരണം അംബേദ്കർ, ഭാരതത്തിന്റെ ഭരണഘടന തയ്യാറാക്കിയ അംബേദ്കർ ജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗാന്ധിജി കൊല്ലപ്പെട്ട ആ സമയത്ത് ഇദ്ദേഹം മരിച്ചത് രാജ്യം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കത്തൊക്കെ ഇന്ന് കൃത്യമായിട്ട് ലഭ്യമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അതുകൊണ്ട് കൃത്യമായി നമുക്കറിയാം, ഇപ്പോ ശശി തരൂർ തന്നെ അത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംബേദ്കർ എഴുതിയ കത്തിനെ കുറിച്ച് കോൺഗ്രസിന്റെ സമുന്നത നേതാവ് തന്നെ പച്ചയ്ക്ക് പറയുക, അത്തരത്തിൽ മഹാത്മാ എന്ന വാക്കിന്റെ ആ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല എനിക്ക്, എങ്ങനെയാണ് ഈ MK ഗാന്ധിക്ക് അത് കിട്ടിയത് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വീതിച്ചെടുക്കുകയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്രെഡിറ്റ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അവിടെ ഉയർത്തപ്പെടേണ്ടവർ ഒരുപാട് അനുഭവിച്ച വീര സവർക്കർമാരെയൊക്കെ ചവിട്ടി അരച്ചുകൊണ്ട് ചെരുപ്പ് നക്കിയെന്നും അതല്ലെങ്കിൽ മാപ്പെഴുതി കൊടുത്ത സംഘി എന്നും ഒക്കെ ഇവിടത്തെ ദ്രോഹി വർഗം, ഇസ്ലാമിക ജിഹാദി വർഗം, അതല്ലെങ്കിൽ താലിബാനികൾ, ഇവിടത്തെ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി പറഞ്ഞ് നടക്കുന്ന ഇവന്മാരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. 27 വർഷത്തിനടുത്ത് ഒട്ടേറെ 2 പതിറ്റാണ്ടിലധികം കൊടും യാതന അനുഭവിച്ച് തടവ് ശിക്ഷ എന്തിനായിരുന്നു അദ്ദേഹം അനുഭവിച്ചത്? അദ്ദേഹത്തിനും സുഖസുന്ദരമായിട്ട് ജീവിക്കാനാവുമായിരുന്നു. അദ്ദേഹത്തിന് സുഖസുന്ദരമായിട്ട് പ്രവർത്തിക്കാനുള്ള അത്ര കണ്ട് യോഗ്യതയും കഴിവും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് അതല്ല. എന്റെ രാജ്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരായാലും ഏത് ഈ പറയുന്ന വിദേശ ശക്തികളാണെങ്കിലും അവരെ തുരത്തും വരെ എന്റെ ജീവൻ പോയാലും ഞാൻ പ്രവർത്തിക്കും, ഞാൻ പോരാടും എന്ന് പറഞ്ഞ രംഗത്തിറങ്ങി വന്നത്. അത്തരത്തിൽ വീര സവർക്കർ ആയാലും അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആയാലും എണ്ണിയാലൊടുങ്ങാത്ത, എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ മറക്കപ്പെട്ട് മഹാത്മാ എന്ന വാക്കിന് കീഴിലേക്ക് ഒതുങ്ങേണ്ടി വന്ന പാവം പിടിച്ച മഹാത്മാ എന്ന വാക്കിന് വേണ്ടി ഒരുപാട് ജീവൻ നശിപ്പിച്ചു കളഞ്ഞ, നാശമായി കളഞ്ഞ നമ്മുടെ ആ ധീര ദേശാഭിമാനികളോട്, ആ ദേശാഭിമാനികൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ നാട് ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഗാന്ധി വടിയും കുത്തിപ്പിടിച്ച് സമരം ചെയ്തത് കൊണ്ടാണോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? അതാണല്ലോ ഇവിടെ വലിയ ചർച്ച. അങ്ങനെയാണല്ലോ മഹാത്മാ എന്ന് പറയുന്ന പേര് കിട്ടിയത്, അങ്ങനെയാണല്ലോ രാഷ്ട്രപിതാവ് എന്ന പേര് കിട്ടിയത്. എന്നാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരായാലും മറ്റൊട്ടേറെ രാജ്യങ്ങൾക്കും അവരവരുടെ സൈന്യത്തെ അവരവരുടെ രാജ്യത്തിലേക്ക് തിരികെ വിളിക്കേണ്ടതുണ്ടായിരുന്നു. അത്തരത്തിൽ തിരികെ വിളിച്ചപ്പോൾ ഭാരതമടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഭാരതത്തിന് മാത്രമല്ല അവർ സ്വാതന്ത്ര്യം കൊടുത്തത്, ഒട്ടേറെ മറ്റു രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ആ രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടിയത് വടിയും കുത്തിപ്പിടിച്ച് നടന്ന ഗാന്ധിമാരുണ്ടായത് കൊണ്ടല്ല. ഇവിടെ അസഹിഷ്ണുത എന്ന് പറയുന്ന വിഭാഗമായി മാറിയിട്ടുള്ള എന്തിനും ഏതിനും അസഹിഷ്ണുത. ഇവിടെ ഭാഷയാണെങ്കിലും പ്രശ്നം, ഇവിടെ വേഷമാണെങ്കിലും പ്രശ്നം, ഇവിടെ ഭക്ഷണമാണെങ്കിലും പ്രശ്നം. എന്നിട്ട് ഞമ്മൻ പറയും ഞമ്മന്റെ മതം സമാധാന മതമാണെന്ന്. ആ വിഭാഗത്തിന് എന്നും പ്രശ്നം, എന്നും പ്രശ്നം, എന്നും പ്രശ്നം. ആദ്യകാലം മുതൽ ഈ കാലം വരെ ഇവന്മാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ, എന്റെ ഭാരതത്തെ വിട്ടുകൊടുക്കാൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ മൺമറഞ്ഞു പോയി, വേണ്ട വീര സവർക്കർ മൺമറഞ്ഞു പോയി. അത്തരത്തിൽ അവരൊക്കെ ചെയ്തതിന്റെ കോടിയിൽ ഒരംശമെങ്കിലും പ്രതികരിച്ചിട്ടാണെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി മാറിയത്. അതുകൊണ്ട് എന്റെ ഈ തീവ്രത കാണുമ്പോൾ, തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ കാണുമ്പോൾ ആർക്കെങ്കിലും ഇനി സംശയമുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ മാത്രമാണ് ഈ ഒരു ലൈവ് ഈ വൈകിയ വേളയിൽ ഫ്രീ കിട്ടിയ സമയത്ത് നിങ്ങളടുത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജാമിദ ടീച്ചറുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. ആ ചാനലിൽ പൊതു പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മൾ പബ്ലിക്കിൽ നിന്നും നമ്മൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ പങ്കാളികളാക്കിക്കൊണ്ടാണ് ആ ചാനൽ തുടങ്ങുന്നത്. അത്തരത്തിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചാനലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടി കൊടുത്തിട്ടുള്ള നമ്പറാണ്. അതിൽ
നോർമൽ കോൾ വിളിച്ചാൽ കിട്ടില്ല. വാട്സാപ്പിൽ വോയിസ് മെസ്സേജോ അതല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പബ്ലിക് നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിലും എന്ത് നമ്മുടെ ചാനലിനെ അറിയിക്കാനുണ്ടെങ്കിലും ഇതിൽ അറിയിക്കാം. മാത്രമല്ല നമ്മുടെ തുടങ്ങാൻ പോകുന്ന പുതിയ ചാനലിൽ ആർക്കെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തയ്യാറായി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതും അറിയിക്കാം. അതുകൊണ്ട് ഇത്ര മാത്രം ചുരുങ്ങിയ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയായി മാറിയത് എന്ത് എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. കാരണം 2013 മുൻപും 2013 ശേഷവും എന്ന രീതിയിലേക്ക് എന്റെ ജീവിതം മാറാനുണ്ടായ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് 2014 ശേഷം നരേന്ദ്രമോദിജിയൊക്കെ ഇവിടെ ഭരണത്തിൽ വന്നതുകൊണ്ട് നമ്മൾക്ക് ശക്തമായി തന്നെ ഒതുങ്ങി നിന്നിരുന്ന അതല്ലെങ്കിൽ പലതും ഒളിച്ചു ചെയ്തുകൊണ്ടിരുന്നത് പച്ചയ്ക്ക് പറയാനും പച്ചയ്ക്ക് ചെയ്യാനുമുള്ള ധൈര്യം ഒന്നുകൂടി വന്നു എന്ന് കൂടെ പറയേണ്ടതുണ്ട്. മാത്രമാണോ എന്റെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള RSS എന്ന് പറയുന്ന എന്റെ മാതൃപ്രസ്ഥാനം, അതിന്റെ ശക്തി എത്രത്തോളമാണ് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളതെന്നും അതിന്റെ ശക്തിയിലൂടെ ഈ ഭാരതം, ഈ ധർമ്മഭാരതത്തിന്റെ ഭരണം ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്നും ഈ ധർമ്മഭാരതത്തിലെ ധർമ്മം നശിക്കില്ലെന്നും ഈ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ധർമാവതാരങ്ങൾ പിറവിയെടുക്കുമെന്നുള്ള ആ വിശ്വാസവും ഒന്നുകൊണ്ട് തന്നെ എത്രയൊക്കെ തീക്ഷ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ജയിൽവാസവും പോലീസിന്റെ ക്രൂരതകളും നേരിട്ടാലും ഇതേ രീതിയിൽ തന്നെ ഇതിനേക്കാൾ ചടുലമായിക്കൊണ്ട് ഇതിനേക്കാൾ തീക്ഷ്ണമായിക്കൊണ്ട് തന്നെ ഇനിയും ഈ VK ബൈജു എന്ന് പറയുന്ന ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.